പ്രിയരെ, ശാന്തമായിട്ട് നമുക്ക് ഈ ദിവസം ശനിയാഴ്ച, ഈ ആഴ്ചയുടെ അവസാനത്തെ ദിവസമാണ്. നാളെ മുതലൊരു പുതിയൊരാഴ്ച ആരംഭിക്കുകയാണ്. ഈശോയിലേക്ക് പൂർണ്ണമായിട്ട് കൊടുത്ത് ഈ ആലയത്തിലായിരിക്കുന്നവരുണ്ട്. ഭവനങ്ങളിലിരുന്ന് ഈ പ്രഭാതം ഈശോയുടെ കൂടെ ആരംഭിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരെയും ഈശോയുടെ തിരുകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകളടച്ച് പ്രിയരൊരേ ഒരു കാര്യമുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് ഈ അരമണിക്കൂർ സമയം ധ്യാനത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രത്യേകം ഓർക്കുക, കണ്ണുകൾ അടയ്ക്കുക. അതുപോലെ നമ്മുടെ മനസ്സിനെ കൂടി അടയ്ക്കുക. മറ്റൊരു ചിന്തയും നമുക്ക് വേണ്ട. നമ്മൾ ഭക്ഷണത്തിൽ നിന്നൊക്കെ വർജനം അല്ലെങ്കിൽ ഒരു നിയന്ത്രണം നമ്മൾ ചെയ്യുന്നതേപോലെ തന്നെ മനസ്സിലുള്ള ചിന്തകളുടെ ഒരു നിയന്ത്രണമാണ് ഈ മണിക്കൂറുകൾ നമ്മൾ ആയിരിക്കുന്നത്. ഇന്നലെ നടന്ന കാര്യങ്ങൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഈശോയെ മാത്രം ധ്യാനിച്ച് അങ്ങനെ ചമത്തി കേട്ടോ. വലിയൊരു കൃപയാണ് ഒരു അരമണിക്കൂർ സമയം നമ്മുടെ കണ്ണുകൾ അടച്ച് ഏറ്റവും ധ്യാനാത്മകമായിട്ട് നിൽക്കുന്നതോ ഇരിക്കുന്നതോ സാധിക്കുമെങ്കിലും മുട്ടിന്മേൽ നിൽക്കുന്നത് വലിയൊരു കൃപയാണ്. കർത്താവിൻ്റെ കൃപയുടെ അടയാളമാണ് ഈ അരമണിക്കൂർ. അതും പ്രഭാതം, ഏറ്റവും പ്രഭാതം നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ ദിനചര്യകളിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ഈ പ്രഭാതം ശാന്തമായിട്ട് മറ്റൊരു ചിന്തയുമില്ലാതെ ഈശോയെ മാത്രം ധ്യാനിച്ച് നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും. അതെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും സാന്നിധ്യവും ഉണ്ടെങ്കിൽ മാത്രം സാധിക്കുന്നൊരു കാര്യം. പരമാവധി ഉപയോഗപ്പെടുത്തുക. കണ്ണുകൾ അടയ്ക്കുക. ശാന്തമായിട്ട്, വേറൊന്നും നമ്മൾ വിചാരിക്കും. ശാന്തമായിട്ട് ഈശോയുടെ കൂടെ നിന്നാൽ മതി. ശാന്തമായിട്ട് ഈശോയുടെ കൂടെ നിന്നാൽ മതി. ഈശോയെ, ഈശോയെ, ഈശോയെ സമർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഈശോയെ, ശാന്തമായിട്ട് അങ്ങനെ നിന്നേക്ക്. സ്തുതി, സ്തുതി. മനസ്സിലെങ്കിലൊന്ന് പറഞ്ഞേക്ക കേട്ടോ. യേശുവേ, യേശുവേ എന്നുള്ള ആ വലിയ നാമം ആവർത്തിച്ച് അങ്ങോട്ട് വിട്ടേക്ക. യേശുവിൻ്റെ സാന്നിധ്യം അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തു എന്ന നാമം. നമ്മൾ ആ നാമത്തെയാണ്, ആ പേരിനെയാണ് ഈ മനോഹരമായ പ്രഭാതത്തിൽ
വിളിച്ചപേക്ഷിക്കുന്നത്. സ്തുതി. സ്തുതി കർത്താവേ, സ്തുതി. കർത്താവ് നമ്മളോട് പറയുന്ന വചനം ശ്രവിച്ച് നമുക്കിന്ന് പ്രഭാതം ഈ ദിവസം ആരംഭിക്കാം. ഇന്ന് പ്രഭാതം ഈശോയുടെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ ആഴ്ചയിലെ നോമ്പിൻ്റെ 4-ാമത്തെ ആഴ്ചയിലെ അവസാനത്തെ ദിവസമാണ്. ഞങ്ങൾ നാളെ മുതൽ ഒരു പുതിയ പ്രഭാതത്തിലേക്ക്, പുതിയ ആഴ്ചയിലേക്ക്, നോമ്പിൻ്റെ 5-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങളോട് സംസാരിക്കണേ. മാത്രമല്ല, ഈ ദിനങ്ങളിലെ സഭ വലിയ ഒരു പ്രത്യേക മേഖലകളിലൂടെ, തെരഞ്ഞെടുപ്പിൻ്റെ മേഖലകളിലൂടെ കടന്നു പോകുന്ന ആഴ്ചയാണ് അടുത്ത ആഴ്ച. അതുപോലെ തന്നെ സഭ ഇടവകകളിലെ പുതിയ ഭരണസമിതികളിൽ നിലവിൽ വരുന്ന ആഴ്ചയാണ് അടുത്ത ആഴ്ച. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നോമ്പിൻ്റെ ബൈബിൾ കൺവെൻഷനായിട്ട് വിവിധ സഹോദര സഭകളിലെ വൈദികരെ കടന്നു വന്ന് ബൈബിൾ കൺവെൻഷനായിട്ട് ഒരുങ്ങുന്ന ആഴ്ചയാണ്. എന്തുകൊണ്ടും ഏറ്റവും ഭൗതികമായും ആത്മീകമായിട്ടും തിരക്കിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങളുടെ ആഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ അതിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് അങ്ങ് നൽകുന്ന സന്ദേശം എന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം 1 തെസ്സലോനിക്കർ, പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനമാണ് ഈശോ ഇന്ന് നമ്മളോട് സംസാരിച്ചത്. കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും, കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കാൻ ദൈവത്തിൽ ഞാൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കാൻ ഞാൻ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. ഞങ്ങൾ മനുഷ്യരെയല്ല, ഹൃദയശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിക്കുന്നത്. ഞങ്ങൾ മനുഷ്യരെയല്ല, ഹൃദയശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിക്കുന്നത്. പ്രിയരെ, ഈ ആഴ്ച അവസാനിക്കുകയും പുതിയൊരാഴ്ചയ്ക്ക് ആയിട്ട് നമ്മൾ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് കൊടുത്തേക്കണം കേട്ടോ. കാരണം സുവിശേഷവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്, ആത്മീയ മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില കഷ്ടങ്ങൾ, അപമാനങ്ങൾ, ചില വീഴ്ചകൾ, ദുരിതങ്ങൾ, ദുരാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു മുന്നറിയിപ്പ് ഈശോ നമുക്ക് നൽകുന്നുണ്ട്. ഞങ്ങൾ മനുഷ്യരെയല്ല, ഹൃദയശോധന ചെയ്യുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുക. ആരെയും നോക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ ആരെയും കൂടുതലായിട്ട് പ്രസാദിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിച്ചേക്കരുതേ. അത് നിൻ്റെ നന്മയ്ക്കല്ല, ഒരു പക്ഷേ തിന്മയ്ക്കായിട്ടും കാരണമായേക്കാം. അത് നിൻ്റെ നന്മയ്ക്കല്ല, തിന്മയ്ക്കായിട്ട് ഒരുപക്ഷെ കാരണമായി തീർന്നേക്കാം. മനുഷ്യരെയല്ല,
ഹൃദയശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ നീ പ്രസാദിപ്പിക്കേണ്ടത്. സ്തുതി സ്തുതി കർത്താവേ. വചനം പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ പരിഹസിക്കുന്നവരുണ്ടെങ്കിൽ, നീ എടുത്ത ആത്മീയ മേഖലകളിലുള്ള ചില തീരുമാനങ്ങൾ നിനക്ക് പൂർത്തീകരിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ, പൂർത്തീകരിക്കാൻ വിഷമത നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഈശോയിലേക്കൊന്ന് കൊടുക്കുക. കർത്താവേ, പ്രാർത്ഥനയ്ക്കായിട്ട് ചില സമയം മാറ്റിവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സാധിക്കാത്തൊരവസ്ഥയുണ്ട്. എൻ്റെ കുടുംബവുമായിട്ട് ഈ നോമ്പിൻ്റെ ദിനങ്ങളിലെങ്കിലും കൂട്ടായ്മയും കുടുംബ പ്രാർത്ഥനകളും സന്ധ്യാപ്രാർത്ഥനകളും എത്ര തിരക്കുണ്ടെങ്കിലും അവയിൽ ഉണ്ടായിക്കൊള്ളാമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. മാറ്റപ്പെടുന്നു. കൊടുക്കുക. 80 ദിനങ്ങൾ ഉപവാസത്തോടെ ആയിരിക്കാം എന്നൊരു തീരുമാനമെടുത്ത് സാധിക്കാത്തൊരവസ്ഥ. വിശുദ്ധ കുർബാനകൾ, ആരാധനകൾ മുടങ്ങാതെ ചെയ്തേക്കാം എന്നൊരു തീരുമാനം, സാധിക്കാത്തൊരവസ്ഥ. പ്രാർത്ഥനയുടെ മേഖലകൾ, നമുക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഈശോയിലേക്ക് കൊടുക്കുക. വീണ്ടും വീണ്ടും കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യനെ പ്രസാദിപ്പിക്കരുത്. നിൻ്റെ കൂട്ടുകാരനെ, കൂട്ടുകാരിയെ, അയൽക്കാരനെ അവരുടെ സന്തോഷത്തിനും നന്മയ്ക്കുമല്ല, നിൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുക. പ്രിയരെപ്പെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഈ വരുന്ന ആഴ്ചയൊന്ന് പ്രത്യേകം സമർപ്പിക്കുക. ഇന്ന് പ്രഭാതം പ്രത്യേകം ഈശോയുടെ മുൻപിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വലിയൊരു പ്രേരണ നമുക്ക് ലഭിച്ചതുപോലെ തന്നെ ഒന്ന് ഈശോയിലേക്ക് കൊടുക്കുക. ഈ വരുന്നൊരാഴ്ച, നാളെ വിശുദ്ധ കുർബാനയോടുകൂടി ആയിരിക്കണം ഈ ഒരാഴ്ച, നോമ്പിൻ്റെ 5-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ ഇടവകയിൽ നിന്ന് പുതിയ ഭരണസമിതിയുടെ അംഗങ്ങൾ അവർ നാളെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ചുമതലകളിലേക്ക് പ്രവേശിക്കുന്ന ആ സമയം സമർപ്പിക്കുന്നത്. തുടർന്ന് വരുന്ന സഭയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ, അതിന് നേതൃത്വം കൊടുക്കുന്നവരെ സമർപ്പിക്കുന്നു. പ്രിയരെ, ദിവസങ്ങളിലൊന്ന് പ്രത്യേകം ഒന്ന് ഓർത്തേക്കണം. ഈ വരുന്ന ആഴ്ചയാണ് നമ്മുടെ ഇടവകയിലെ വചനത്തിനായിട്ട്, കൺവെൻഷനായിട്ട് വിവിധ വൈദികരെ നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വരുന്നുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ഇടവകയിലേക്ക് കടന്നു വരുന്ന എല്ലാ വൈദികരെയും ബഹുമാനപ്പെട്ട സുബിൻ അച്ഛൻ, ബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛൻ, അതുപോലെ ഉമ്മൻ എന്നൊരു വ്യക്തി, അവരൊക്കെ ഈശോയിലേക്ക് സമർപ്പിച്ച് ഏറ്റവും കൃപയോടെ വചനം പറയാൻ, കർത്താവേ, ഞങ്ങളുടെ കാതിന് ഇമ്പകരമായ വചനങ്ങളല്ല, ഞങ്ങളുടെ മനസ്സിനെ കൊത്തി നുറുക്കുന്ന, ചിന്ത നൽകുന്ന തിരുവചനങ്ങൾ ഈ വൈദിക ശ്രേഷ്ഠരിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഏറ്റവും ഒരുക്കത്തോടെ ആ കൺവെൻഷനായിട്ട് ഒരുങ്ങാൻ ഞങ്ങൾക്ക് കൃപ നൽകണേ. ശനിക്കട്ടെ പ്രിയരെ, ഒന്ന് ഈശോയിലേക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ഒന്ന് ഈശോയിലേക്ക് കൊടുക്കുക. ശനിയാഴ്ച ദിവസമാണ്. എല്ലാ ശനിയാഴ്ചകളിലും പറയും, സന്ധ്യ കഴിഞ്ഞുള്ള സമയം പ്രത്യേകം കൂടുതൽ ആഘോഷങ്ങൾ, യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. കാരണം ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന ഒരു ദിവസമാണെന്ന്. ഒരുക്കത്തോടെ ആയിരിക്കട്ടെ. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ പെട്ടെന്ന് ഉറങ്ങാൻ, അതിരാവിലെ പെട്ടെന്ന് എഴുന്നേൽക്കാൻ, വിശുദ്ധ കുർബാനയ്ക്കൊക്കെ അന്ന് പ്രത്യേക ഒരുക്കത്തോടെ കടന്നു വരാനൊക്കെ ഈ ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തിയേക്കുമല്ലോ. ശരി, സന്ധ്യ കഴിഞ്ഞുള്ള സമയം
നമ്മുടെ സംസാര രീതികൾ, കാഴ്ചകൾ, കേൾവികളിലേക്ക് ഒരു നിയന്ത്രണത്തോടെ ആയിരിക്കാൻ ഈശോ പ്രത്യേകം നമ്മളൊന്ന് ഒരുങ്ങി ഈ ദിവസമായിരിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലെ നമ്മുടെ എല്ലാ വൈദികരെയും, നാളത്തെ ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ഒരുങ്ങുന്ന എല്ലാ വൈദികരെയും ഒന്ന് പ്രത്യേകം ഒന്ന് സമർപ്പിച്ചേക്കണേ. ഒരുക്കമല്ലാതെ പാപത്തിൻ്റെ മേഖലകളിൽ ഒരു വൈദികൻ പോലും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് കർത്താവേ അങ്ങ് അവരനുവദിക്കരുതേ. ഒരുക്കത്തോടെ മാത്രം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നിങ്ങളുടെ ഓരോ വൈദികനെയും നീ ശക്തിപ്പെടുത്തണേ. ലക്ഷക്കണക്കിന് വൈദികരെ ഈ ലോകത്തിലുള്ളവരെ സമർപ്പിക്കുക. അന്ന് ഈശോയിലേക്കൊക്കെ ഒന്ന് പ്രത്യേകം കൊടുത്തേക്കണം കേട്ടോ. നമ്മൾ മറന്നു പോകുന്ന മേഖലകളാണ്, അല്ലെങ്കിൽ ഈശോയോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കാനായിട്ട് വിട്ടുപോകുന്ന മേഖലകളാണ് വിശുദ്ധ ബലി അർപ്പിക്കുന്ന വൈദികരുടെ ഒരുക്കം. അതുപോലെ തന്നെ കോടിക്കണക്കിന് മക്കൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിനായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഒരുക്കത്തോടെ പ്രാധാന്യത്തോടെ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ ഒരുങ്ങാനായിട്ട് ഓരോ വ്യക്തികളെയും ഈശോയെ അനുഗ്രഹിക്കണമെന്ന് ശക്തമായിട്ട് ഈ ദിവസം ഒന്ന് നമ്മൾ പ്രാർത്ഥിച്ചേക്കണേ. യോഹന്നാൻ്റെ 17-ാമത്തെ അധ്യായത്തിൻ്റെ തിരുവചനം ഈശോ ഈ സമയം പ്രേരണയോടെ നമുക്ക് നൽകുന്നുണ്ട്. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന്, ഈശോയുമായിട്ട് ഐക്യത്തോടെ വർത്തിക്കുന്നതിന്. കർത്താവെ, വർഷങ്ങളായിട്ട് വിശുദ്ധ കുർബാന കാണാത്തവരെ, അതിൽ പങ്കെടുക്കാത്തവരെ, വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവരെ പ്രത്യേകം ഈശോയിലേക്ക് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാന പങ്കെടുക്കാത്തവരെ, സ്വീകരിക്കാത്തവരെ, ഒരുപക്ഷെ വൈദികരോടുള്ള ചില പിണക്കം മൂലം വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവരെ സമർപ്പിച്ചേക്കുന്നതാ. മനസാന്തരം നൽകണമേ. ഒരുപക്ഷെ രോഗാവസ്ഥ മൂലം വിശുദ്ധ കുർബാനയ്ക്ക് കടന്നു വരാൻ ആഗ്രഹമൊക്കെയുണ്ട്, കടന്നു വരാൻ സാധിക്കാത്ത മക്കൾ ഓർത്തേക്കണം കേട്ടോ. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്കിഷ്ടമുള്ളപ്പോൾ ആരോഗ്യത്തോടെ മറ്റാരെയും ഗവനിക്കാതെ പോലും ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് സാധിക്കാത്ത, തളർന്നു കിടക്കുന്ന, രോഗാവസ്ഥയിലുള്ള, വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങാൻ സാധിക്കാത്ത അനേകം മക്കളെയൊക്കെ ഒന്ന് ഈശോയിലേക്ക് ഒന്ന് കൊടുത്ത ഈശോയെ, എൻ്റെ വചനം കേട്ടെന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആ നിത്യജീവനാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകപ്പെടുന്നത്. അതങ്ങ് സ്വീകരിച്ചേക്കണം. പ്രിയ ദിനങ്ങളിൽ പ്രത്യേകം നമ്മുടെ സഭയെ ഒന്ന് ഈശോയിലേക്ക് കൊടുക്കുക. സഭയുടെ അധ്യക്ഷന്മാരെ, മേൽപ്പട്ടക്കാരെ, മെത്രാപോലീത്തമാരെ, വൈദികരെ, വിദ്വേഷവും വെറുപ്പും, ആർത്തി, സമ്പത്തിനോട്, അധികാരത്തോട്, ആത്മീയതയില്ലായ്മ ഒക്കെ കർത്താവെ ഞങ്ങളുടെ സഭയിൽ നിന്ന് അകന്നു പോകുന്നതിനായിട്ട് വലിയ ദാഹത്തോടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാഥ, കൊടുത്തേക്കണ ഈ മേഖലകളിൽ ശക്തമായിട്ട് സാത്താൻ ഈ ദിനങ്ങളിൽ സഭയിൽ പ്രവർത്തിക്കുന്നു. ശക്തമായിട്ട് അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് കർത്താവേ. പാപം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കരുതേ. ഓരോ മേഖലകൾ നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അവരൊന്ന് ഈശോയിലേക്ക് കൊടുക്കുക.
നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെ വീണ്ടും വീണ്ടും കർത്താവ് പറയുന്നു, പറയട്ടെ, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വെറുതേക്കരുത്. കർത്താവിനെ അറിയാം, നിനക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതെല്ലാം കർത്താവിനറിയാം, അവൻ തന്നോളും. കർത്താവ് കൂടുതൽ പ്രസാദിക്കുന്നതും അനുഗ്രഹങ്ങൾ ചൊരിയുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പരിത്യാഗത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രഭാത ധ്യാനത്തിലൊരു പരിത്യാഗമുണ്ട്. അതിരാവിലെ വിശ്രമിക്കാവുന്ന വേള നമ്മൾ എഴുന്നേറ്റൊരുക്കത്തോടെ ഈ ആലയത്തിലേക്ക് വരുന്നത് വലിയൊരു നമ്മുടെ പരിത്യാഗത്തിൻ്റെ വാക്കാണ്. ആ പരിത്യാഗത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ശക്തമായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു മേഖലയിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും. നമ്മുടെ അയൽക്കാരെയൊക്കെ ഈശോയിലേക്ക് കൊടുത്തേ. ഈശോ പറയുന്നുണ്ടല്ലോ, നമ്മുടെ അയൽവക്കത്ത്, വശങ്ങളിലെ, പുറകിലെ, മുൻപിലെ താമസിക്കുന്നവർ എല്ലാ അയൽക്കാരെയും ഈശോയിലേക്ക് കൊടുക്കുക. ചിലപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നമ്മുടെ അയൽക്കാരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റവും അടുത്ത ഏറ്റവും നമ്മൾ ഉപദ്രവിക്കുന്ന ശത്രുക്കളായിരിക്കും. ആരായാലും നമ്മുടെ അയൽ കുടുംബങ്ങളെ, അവയിലുള്ള ഓരോ വ്യക്തികളെ അവരുടെ ചില ബലഹീനതകൾ അല്ലെങ്കിൽ വീഴ്ചകളൊക്കെ നമുക്കറിയാം. ആ മേഖലകളൊക്കെ ഒന്ന് സമർപ്പിക്കുക. കർത്താവേ, അവർക്കുള്ള ചില രോഗാവസ്ഥകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, അങ്ങനെയുള്ള മേഖലകൾ, അവിടെ കൂട്ടുകാരെയും സമർപ്പിക്കുക. കൂട്ടുകാരെന്താ സമർപ്പിക്കുക? നിന്നോട് അകന്ന് നിൽക്കുന്ന, ഈ കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ ഈ ദിവസം, ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം, ഒരു വർഷം മുൻപ് വരെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ചിലരെ ഇതാ എനിക്കെതിരെ നിൽക്കുന്നു. സമർപ്പിക്കുക. അവരൊക്കെ ഈശോയോട് ഇടപെടുന്നേ. ഒരു പുതിയ സുഹൃത്ത് ബന്ധം തുടങ്ങാനല്ലെങ്കിലും മനസ്സിലൊരു മാനസാന്തരം അവനിൽ അല്ലെങ്കിൽ അവളിൽ ഉണ്ടാക്കാൻ ഈശോ ശക്തമായിട്ട് ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചില വ്യക്തികളുടെ പേരെടുത്ത് തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. യേശുവേ നായക, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. പ്രിയരെ, നമുക്കുണ്ടായ അപ്രതീക്ഷിതമായ എന്തെങ്കിലും നേട്ടം, ഓർക്കുക, അപ്രതീക്ഷിതമായ നേട്ടം, ചില വിജയമായിരിക്കാം, സാമ്പത്തിക ഉയർച്ചയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നേട്ടത്തിൽ അമിതമായിട്ട് അഹങ്കരിക്കരുതെന്ന് ഈശോ പറയുന്നുണ്ട് കേട്ടോ. ചില മേഖലകളിലുണ്ടായ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചില ഉയർച്ചകൾ, അതിൽ അഹങ്കരിക്കരുത്. സാധാരണ മേഖലകളിൽ ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ, ഈശോയെ, നിങ്ങൾക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ, ഉയർച്ചകളിൽ, വിജയങ്ങളിൽ അങ്ങേ മറന്ന് പ്രവർത്തിക്കാനോ സംസാരിക്കാനോ ഞങ്ങൾ അനുവദിക്കരുതേ നാഥ. നിന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. സങ്കീർത്തനം 119:32 ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. കണ്ണുകളടയ്ക്കുക. നീ മരിക്കുകയില്ല, നീ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ആരൊക്കെ നിനക്കെതിരെ നിന്നാലും കർത്താവിനെ കുറിച്ച് വിവരിക്കാനായിട്ട് നിനക്ക് വലിയൊരു കൃപ ലഭിച്ചിരിക്കുന്നു. കൊടുക്കുക. നമ്മുടെ വ്യക്തിപരമായ എന്തെങ്കിലും ആവശ്യങ്ങൾ, അത് പിറുപിറുക്കലാകാതെ ഒരു കൂട്ടുകാരൻ്റെ പോലെ ചില സങ്കടങ്ങൾ, പരിഭവങ്ങൾ, സന്തോഷങ്ങളൊക്കെ ഒന്ന് ഈശോയോട് കൊടുത്ത് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. ചില മേഖലകളിൽ എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് കർത്താവേ, അല്ലെങ്കിൽ ചില മേഖലകളിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് നാഥ.
ചിലരോട് എനിക്ക് വെറുപ്പുണ്ട്, അകൽച്ചയുണ്ട്. അല്ലെങ്കിൽ ചില വ്യക്തികളോട് എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് കവിഞ്ഞുള്ളൊരടുപ്പമുണ്ട്. അതെല്ലാം സമർപ്പിച്ചേക്കണം കേട്ടോ. ചില വസ്തുക്കളോട് എനിക്ക് എത്ര ശ്രമിച്ചിട്ടും അതിനോടുള്ള ആഗ്രഹം പോകുന്നില്ല. എൻ്റെ ഇണയോട്, കുടുംബത്തോട് അമിതമായ വാത്സല്യം, അല്ലെങ്കിൽ ഇണയോട്, കുടുംബത്തോട് ഒരകൽച്ച സമർപ്പിക്കുക. മാതാപിതാക്കളെ ആയിട്ടുള്ള ബന്ധത്തിലൊരു വിള്ളലുണ്ട്. എല്ലാ ഈശോയിലേക്കൊന്ന് കൊടുത്തേ. അതാ പറയാൻ, യഹോവ നിൻ്റെ പക്ഷത്തുണ്ട് മോനെ, നീ പേടിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യന് നിന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും? നിന്നെ സഹായിക്കുന്നവരുടെ കൂടെ യഹോവയുണ്ട്. സങ്കീർത്തനം 118:6. സങ്കീർത്തനം 118:6. സ്തുതി സ്തുതി. പല വിചാരങ്ങളും മാറട്ടെ. ശാന്തമായിട്ട് ഈശോയിലേക്ക് കൊടുത്ത് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. ശാന്തമായിട്ട്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവം ഈ ദിവസം നമുക്കായിരിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് മാത്രമല്ല, ഈ ലോകം മുഴുവനോടും, ലോകത്തിലുള്ള 800 കോടി മക്കളോടും കർത്താവേ കരുണ കാണിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അനാദി മുതൽ എന്നേക്കും ആമേൻ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, നല്ലൊരു ദിവസമാകട്ടെ കേട്ടോ. എല്ലാ കൃപമൂലം ഞങ്ങൾ നിറയട്ടെ. ഈശോ നമുക്ക് നൽകിയ ഒരു പോസിറ്റീവ് ഒരു എനർജിയുണ്ട്, ഒരു ആത്മീയമായിട്ടുള്ള ശക്തിയുണ്ട്. നഷ്ടപ്പെടുത്താതെ ഈ ദിനം നിങ്ങളായിരിക്കുക. എൻ്റെ സംസാരമോ ചിന്തയോ കാഴ്ചയോ മൂലം ഇന്ന് നമുക്ക് ലഭിച്ച ഈ ആത്മീയത നശിപ്പിക്കാതെ, അത് കൈവിട്ട് കളയാതെ ഈ ദിനം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് തീരട്ടെ. നമ്മുടെ കർത്താവായ ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് കർത്താവേ, ഈ ദിവസം ആരംഭിക്കുന്ന എല്ലാ മക്കളോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ, ഇപ്പോഴും
എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ സ്ലിവായിൽ നിന്നുള്ള അനുഗ്രഹത്തെ സ്വീകരിക്കാം.